ആൻഡ്രൂ അഗസ്റ്റിൻ. ഞാൻ പറഞ്ഞാൽ മെറ്റ കേൾക്കുമോ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞാൽ മെറ്റ കേൾക്കും സാർ. താങ്കൾ പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് മെറ്റ ഈ സംവിധാനങ്ങൾ റിമൂവ് ചെയ്തിട്ടുള്ളത്. താങ്കളുടെ ഓഫീസിലെ താങ്കളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ താങ്കളുടെ സെക്രട്ടറി ആയിട്ടുള്ള രക്തം കേൾക്കറാണ് മുൻപ് ഇത് ചെയ്ത് കേരളത്തെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങയുടെ പോസ്റ്റ് റിമൂവ് ചെയ്യുകയും അത് തിരിച്ചു വരികയും ചെയ്തത് രക്തം കേൾക്കർ മുഖാന്തരമാണ്. അപ്പോൾ അത് ചെയ്ത ആൾ അങ്ങയുടെ കൂടെ തന്നെ ഇരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് ആളെ ഒന്നും ഇനി പരിചയപ്പെടുത്തണ്ട എങ്ങനെയാണ് അത് നടപ്പിലായി എന്നത് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ത്യയിൽ മാത്രമാണ് ഇത് നിരോധിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ മാത്രം നിരോധിക്കാനുള്ള കാരണം എന്താണ്? ഇന്ത്യയിലെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഏതെങ്കിലും കോടതി ഉത്തരവ് പ്രവർത്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ സംവിധാനം പ്രവർത്തിച്ചിട്ടുണ്ടാവും. എനിക്ക് വളരെ വിചിത്രമായി തോന്നിയ ഒരു കാര്യം, ഒന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരായിരിക്കണം നീക്കം ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ കേരള സർക്കാരായിരിക്കും. ഇനിയെങ്ങാനും കേന്ദ്ര സർക്കാരാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് കേരളത്തിലെ മുഖ്യമന്ത്രിയോടുള്ള സ്നേഹം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. അയ്യോ, അദ്ദേഹത്തിൻ്റെ പേര് മോശമാകുന്നു കേരളത്തിൽ, അതുകൊണ്ട് ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യണം എന്നാണ്. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം മലയാളത്തിലുള്ള പോസ്റ്റാട്ടോ, ഒരു ഇംഗ്ലീഷിലുള്ള പോസ്റ്റും അല്ല കേട്ടോ, മലയാളത്തിലുള്ള പോസ്റ്റാണ്. അപ്പോൾ കേന്ദ്രത്തിലുള്ള ഉദ്യോഗസ്ഥൻ ഈ മലയാളം പഠിച്ചിരുന്ന് ചെയ്യും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലെ ഉദ്യോഗസ്ഥൻ ഇത് കറക്റ്റായി എടുത്ത് ഏത് റിപ്പോർട്ടർ, പിന്നെ ന്യൂസ് മലയാളം, കൈരളി 3 ചാനലുകളുടെ മാത്രമാണ് അല്ലേ? അപ്പം ഈ 3 ചാനലുകളുടെ എങ്ങനെ, അപ്പോൾ എന്തായിരിക്കും ഏഷ്യനെറ്റിൻ്റെയും മനോരമയുടെയും മാതൃഭൂമിയുടെയും 24-ൻ്റെയും ഒന്ന് റിമൂവ് ചെയ്യാത്തത്? അവിടെയുള്ളത് പ്രശ്നങ്ങളല്ലേ? ഇന്നെന്താ റിലീസ്? ഇന്നെന്തുകൊണ്ട് ഒരു കാർഡും പിന്നെ നീക്കം ചെയ്യപ്പെട്ടില്ല? ഇന്നലെ കാർഡ് മാത്രമാണ്, ഇന്നലെയും മിനിഞ്ഞാന്നും പോയ കാർഡുകൾ മാത്രം റിമൂവ് ചെയ്യും. ഇന്ന് ഈ മെറ്റയുടെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇനി ഗൈഡ് ലൈനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണ്, ഇന്ന് ആ ഗൈഡ് ലൈൻ ആ മാറ്റം ഇല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ വേണമെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടൊരു പരാതി അയക്കാം, ഞാൻ പരാതി അയച്ചിട്ട് എനിക്കെതിരെയുള്ള വാർത്തകളൊക്കെ അതിൽ തന്നെ തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ മെറ്റയോട് പറയണം സാർ. നിങ്ങൾ ഇന്ന് തന്നെ മെറ്റയ്ക്ക് ഒരു ലെറ്റർ അയക്കണം. ലെറ്റർ അയച്ചിട്ട് പറയണം ഈ റിമൂവ് ചെയ്ത കാർഡുകളെല്ലാം എത്രയും പെട്ടെന്ന്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ, കേരളത്തിൻ്റെ പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഞാൻ, എനിക്കെതിരെ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്ത വാർത്തകളുടെ കാർഡുകളൊക്കെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്ന് താങ്കൾ പറയണം. അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് കള്ളമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കും. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണ്, അടുത്ത എന്താണ് പറയുന്നത്, ഈ കേരളത്തിലെ MDMA കേസുമായി ബന്ധപ്പെട്ട 2 പേരെ എനിക്കറിയാം. അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. കേരളത്തിലെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ 2 പേരെ താങ്കൾക്ക് അറിയാം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് താങ്കൾ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല. താങ്കൾ എങ്ങനെയാണ് ഇവരെ ബന്ധപ്പെട്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? ഞാൻ ഈ നവകേരള ബസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ ഭാഗമായി സമരം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അടി കൊണ്ടു, അദ്ദേഹത്തിന് പരിക്ക് പറ്റി, അതുകൊണ്ട് അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു, സംസാരിച്ചു. അതിനുശേഷം ഞാൻ 2-3 പ്രാവശ്യം കണ്ടു എന്നാണ് പറയുന്നത്. അതിനുശേഷം 2-3 പ്രാവശ്യമാണോ കണ്ടത്? അതിന് വർഷങ്ങൾ മുന്നേ കാണും. 2021 തുടങ്ങി 2026 വരെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഈ പറയുന്ന മുഹമ്മദ് ഹുസൈൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 21 തുടങ്ങി 26 വരെ പോസ്റ്റ് ചെയ്തത് മാത്രമല്ല, അദ്ദേഹം തന്നെ വന്ന് പറയുകയാണ് 2021 തുടങ്ങി 26 വരെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പോസ്റ്റ് ഫേസ്ബുക്ക് മീഡിയ ടീമിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്നും അതിൽ നിന്ന് 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞ പിന്നെ പ്രതിപക്ഷ നേതാവ് വിജയിച്ച് വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. അതൊന്നും MDMA കേസ് പിടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ താങ്കൾക്ക് അറിയാം. അപ്പോൾ താങ്കൾ എവിടേക്കോ ഇതൊക്കെ കള്ളം പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കള്ളം പറയുന്നുണ്ട് എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അലിഖിത നിയമം എന്ന് പറയുന്നത്. ഇന്ന് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കെല്ലാം പത്രസമ്മേളനത്തിൽ ഇതൊക്കെ ചോദിച്ചുകൂടെ എന്നുള്ളതാണ്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഒരു അവസ്ഥ അറിയോ എന്താണെന്ന്? ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടത്തുന്നവർക്ക് ഒരു മാധ്യമത്തിൻ്റെ അടുത്ത് ഒരാൾക്കേ കയറാൻ കഴിയുള്ളൂ. രണ്ടാമതൊരാൾ അതിനകത്ത് കയറ്റില്ല. ഒരു മാധ്യമ സ്ഥാപനത്തിൽ രണ്ടാമതൊരാൾ അവിടെ കയറ്റില്ല, ഒരാളെ കയറാൻ കഴിയുള്ളൂ, ഒരു ക്യാമറയും കയറാൻ കഴിയുള്ളൂ. അപ്പം നേരത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് റിപ്പോർട്ടർ TVൻ്റെ 5 പേരൊക്കെ കയറിയിട്ടുണ്ട്. 5 പേരും 6 പേരൊക്കെ ഓരോ ബീറ്റ് നോക്കുന്നത്. ഇപ്പോൾ ഫിനാൻസുമായി ബീറ്റ് നോക്കുന്ന ആൾ ഫിനാൻസിൻ്റെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകും, സ്പോർട്സുമായി ബീറ്റ് നോക്കുന്ന ആൾ സ്പോർട്സിൻ്റെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകും. എന്താണ് ഹോം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ അദ്ദേഹം ആ ബീറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ചോദിക്കും. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഏത് ബീറ്റ് പോയി നോക്കുന്ന ആൾക്കാരൊന്നുമില്ല, ഒരാൾക്ക് പോയി എന്തെങ്കിലും ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, കാരണം അദ്ദേഹം നോക്കുന്ന ബീറ്റ് ആയിരിക്കില്ല അത്. ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കണം, ആ സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളില്ലല്ലോ, അവിടെ ചോദിക്കാൻ കഴിയില്ല. ഈ ഹോമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കാൻ കഴിയണം, അത് നോക്കുന്ന ആളായിരിക്കില്ല അവിടെ ചെല്ലുന്നുണ്ടാവുക. അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ചോദ്യം ചോദിക്കാനുള്ള വേദിയെങ്കിലും ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വിചാരിക്കുക എന്താ അറിയോ, ഇവരെല്ലാവരും ആ പോസ്റ്റിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വൈകുന്നേരം വന്ന്
മാധ്യമ ചർച്ച അല്ലെങ്കിൽ മാധ്യമ ചർച്ചയുടെ സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രാമുകളുടെ സമയത്ത് നിങ്ങൾ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾ അവിടെ പോയി നേരിട്ട് മുഖ്യമന്ത്രി ചോദിക്കാൻ എല്ലാ ബുധനാഴ്ച ഇരുന്ന് തരുന്നുണ്ടല്ലോ, ചോദിച്ചാൽ പറയുന്നത്. ഇരുന്ന് തന്നാൽ പോരാ സാർ, ചോദിക്കാനുള്ള ആളെയും കൂടെ അവിടെ ഇരുത്താനുള്ള സംവിധാനം ചെയ്തു തരണം. എന്നാൽ മാത്രമേ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഒരു മാധ്യമസ്ഥാനത്തിന് 3-4 ആൾക്കാർ പോയി അവർക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം കിട്ടിയാൽ കേരളത്തിലെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന സംവിധാനം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് മാത്രമാണോ ശരി, അതിനകത്ത് എന്തെങ്കിലും അവ്യക്തതയുണ്ടോ, തെറ്റുണ്ടോ, അത് ചൂണ്ടിക്കാണിക്കേണ്ട ആൾക്കാരെ അവിടെ എത്തിക്കാനോ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രക്തം കേൾക്കർ ഈ പറയുന്ന മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്, മനോരമയുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ പോസ്റ്റ് നീക്കം ചെയ്തപ്പോൾ അങ്ങനെ നീക്കം ചെയ്യാൻ പറ്റും. കേരളത്തിലെ ഒരു സ്റ്റേറ്റ് വിചാരിച്ചാൽ, കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ നീക്കം ചെയ്യാൻ പറ്റുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന് പറയുക. എന്നിട്ട് ഇന്ന് അതേ മുഖ്യമന്ത്രി ഇന്ന് തന്നെ പറയുകയാണ്, ഞാൻ ഇത്ര വലിയ ആളാണെന്ന് വിചാരിച്ചില്ല, ഞാൻ പറഞ്ഞാൽ മെറ്റ കേൾക്കുമോ? സാർ, നിങ്ങൾ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ പറയുകയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. അപ്പം ഇതെങ്ങനെയാണ് ഇതിനെ വളച്ചൊടിക്കുന്നതെന്ന് നോക്കിക്കേ. അപ്പോൾ ഇതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയുന്നത് എന്താണ്? പറയുന്നത് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് എന്തോ വ്യക്തിപര വിരോധമാണ്, നിങ്ങൾ മുഖ്യമന്ത്രിയെ ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. അരുൺ സാറേ, കേരളത്തിലെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളിലൊന്നും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട MDMA കേസ് ചർച്ച ചെയ്യുന്നില്ല. നോക്കിക്കോളൂ, ഏതെങ്കിലും മാധ്യമം MDMA കേസ് ചർച്ച, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട 500 ഗ്രാം MDMA പിടിച്ച അദ്ദേഹത്തിൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട കേസ് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി പഞ്ചായത്തിലൊരു ഫോട്ടോ കിട്ടിയാൽ മതിയായിരുന്നു. പിണറായി വിജയൻ്റെ കൂടെയുള്ള ഫോട്ടോ വേണ്ട, പിണറായി പഞ്ചായത്തിലൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തേനെ. പക്ഷേ ചർച്ച ചെയ്യുന്നില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ ഏതെങ്കിലും ഒരു വാർത്തകൾ കാണുന്നുണ്ടോ? കഴിഞ്ഞ 3 ദിവസമായി കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ എവിടെയെങ്കിലും ഒരു വാർത്ത കാണുന്നുണ്ടോ? ഒരു വാർത്ത വന്നു, VD സതീശന്റെ ആരാധകൻ എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നത്. അത് 5ാമത്തെ കോളത്തിൽ കുഞ്ഞൊരു വാർത്തയായിരിക്കും. അതാണ്, അതൊരു പൊതു ശൈലിയാണ്. അപ്പം ഇത് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അപ്പം ഇത് നമ്മളെങ്ങനെയാണ് ഭരണപക്ഷത്ത് എന്ത് വേണേലും നടക്കാം, എന്ത് വേണേലും ചെയ്യാം. ഭരണസ്തംഭനമുണ്ടോ, ഫിനാൻസുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ടോ? ഒരു വാർത്തയും കാണുന്നില്ലല്ലോ കേരളത്തിൽ. ആ വാർത്ത കാണാത്തതിന് കാരണം എന്തായിരിക്കും? അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആരും ചിന്തിക്കുന്നുണ്ടോ? എല്ലാം മാനേജ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ട് കേട്ടോ. കേരളത്തിൽ ഏതെങ്കിലും ഒരു സംവിധാനം, താങ്കളാണ് കോടതിയിൽ പോയിട്ട് കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കേണ്ട ആൾ. താങ്കൾ ഈ പറഞ്ഞ മെറ്റ ഇങ്ങനെ കേരള സർക്കാരിനെതിരെയും അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരെയും അവർ കൊടുക്കുന്ന വാർത്തകൾ സ്വമേധയാ മാറ്റം വരുത്താൻ തീരുമാനിക്കും, താങ്കൾ കോടതിയിൽ പോകണം. ഇങ്ങനെ ചെയ്യരുതെന്ന് പറയണം. എന്നിട്ട് പറയും എൻ്റെ ഒരു കേസ് സ്പെഷ്യൽ കേസായിട്ട് എടുക്കണം. എന്നിട്ട് ആ വാർത്തകളെ ലിങ്ക് എടുത്തിട്ട് കോടതി കൊടുത്ത് പറയണം, മെറ്റ ചെയ്താ മുഖ്യമന്ത്രിക്ക് എതിരെ തിരിഞ്ഞിരിക്കുന്നു, എന്നിട്ട് അതൊക്കെ പെട്ടെന്ന് റീക്കം ചെയ്യണം, ഇതുപോലെ ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറയണം. കേരളത്തിലെ മുഖ്യമന്ത്രി വിളിച്ച മെറ്റനെ അഭിവൃദ്ധിയൊക്കെ വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം കേരളത്തിലെ മുഖ്യമന്ത്രി പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന കേസിലെ പ്രതിയെ മുഖ്യമന്ത്രിയുടെ വിരുന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വിരുന്ന് സൽക്കാരത്തിൽ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ആ ഡേറ്റ് 2025 മാർച്ച് 22-ലാണ്. എവിടെ വെച്ച് നടന്നതെന്ന് അറിയുമോ? ഗോകുലം ഗ്രാൻഡ്, കാലിക്കറ്റ് വെച്ച് നടന്ന ഗോകുലം ഗ്രാൻഡിൽ മുഖ്യമന്ത്രി ഇവരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ധരിക്കുക അടിയേറ്റവരെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടാവുമെന്നല്ലേ. അടിയേറ്റ വേറെ ആരെയും ക്ഷണിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ അടിയേറ്റ ആലപ്പുഴയിൽ കിടക്കുന്ന നമ്മുടെ എ തോമസിനെ ക്ഷണിച്ചിട്ടില്ല. പിന്നെ നമ്മൾ നോക്കിയപ്പോഴാണ് അത് കൂടുതലും 90% ആളുകളും ഈ മലബാർ മേഖലയിലെ ലീഗ് പ്രവർത്തകരെയും കോൺഗ്രസ്സുകാരെയുമാണ് അവിടുത്തെ പരിപാടിക്ക് ക്ഷണിച്ചത്. 150 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന മുഹമ്മദ് ഹുസൈൻ മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഗോകുലം ഗ്രാൻഡിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. Meet the editors.